ഇന്നലെ വരെ ഞാനും നിങ്ങളും സിയാസ് കരീമിന്റെ വോയിസ് ആണ് കേട്ടത്. എന്നാൽ നമുക്കിന്ന് അതിജീവിതയുടെ വോയിസ് കേൾക്കാം. അവളെ അതിജീവിത എന്ന് വിളിക്കുന്നത് എന്നെ പീഡിപ്പിച്ചു എന്ന് പരാതി കൊടുത്തൊരു പെണ്ണാണ്. അപ്പോൾ നമ്മൾ അവരുടെ പേര് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്, യുവതി എന്ന് പറഞ്ഞാലും പ്രശ്നമാണ്. അതുകൊണ്ട് തൽക്കാലം അതിജീവിത എന്ന് ഞാൻ വിളിക്കാം. പൊന്നു മനുഷ്യന്മാരെ, ഇന്നലെ തൊട്ട് എനിക്ക് വരുന്ന കമന്റാണ് നിങ്ങൾ നോക്കണം. സിയാസ് കരീമിന്റെ കയ്യിൽ നിന്ന് അത്ര പൈസ മേങ്ങി, ഇത്ര പൈസ മേങ്ങി, അത് തെളിയിക്കാൻ പറ്റും നിങ്ങൾക്ക്? സത്യം പറഞ്ഞാൽ സത്യത്തിനൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. എന്നെ ഫോളോ ചെയ്യുന്നവർക്കറിയാം. നമുക്ക് കിട്ടുന്ന എവിഡൻസും നമുക്ക് കിട്ടുന്ന ആ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് വീഡിയോ ചെയ്യുന്നത്. ഇന്നിതാ ഞെട്ടിക്കുന്ന തെളിവുമായിട്ടാണ് ഞാൻ വന്നത്. ആദ്യം നിങ്ങൾ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേൾക്കണം. ഓക്കെ? ഇല്ലടാ, ഞാന് പറഞ്ഞില്ല, ഞാൻ അക്കൗണ്ടിൽ ബാലൻസ് ഇല്ല. എൻ്റെ അക്കൗണ്ട് ഈ ഗൂഗിൾ പേ ഇല്ലാത്തതുകൊണ്ട് ഷിയാസിൻ്റെ അക്കൗണ്ടിലാണ് പൈസ ഇടൽ. ഞാൻ എന്താ പറയുക, വാടക ഇട്ടിട്ടുണ്ടെങ്കിൽ അത് എടുക്കായിരുന്നു, പക്ഷെ ഇട്ടിക്കില്ല. ഓക്കെ, ഇന്നലെ നമ്മൾ വാർത്തയിൽ കണ്ടത് സിയാസ് കരീം ഭീഷണിപ്പെടുത്തിയിട്ട് പൈസ മേടിച്ചു. അതിനുശേഷം പറഞ്ഞത് സിയാസ് കരീം അതായത് ഗൂഗിൾ പേ വഴിയല്ല, ക്യാഷ് ആയിട്ട് മേടിച്ചു എന്ന്. ഇവർ തന്നെ ഈ ഒരു ഓഡിയോ ക്ലിപ്പിൽ അതിജീവിത തന്നെ ക്ലിയറായി കൃത്യമായിട്ട് പറയുന്നുണ്ട്, എനിക്ക് GPay ഇല്ലാത്തത് കൊണ്ട് സിയാസ് കരീമിന്റെ അക്കൗണ്ടിലാണ് പൈസ ഇടുന്നത്. ഓക്കെ, ബാക്കി വോയിസ് നിങ്ങളൊന്ന് കേട്ട് നോക്കണം. ഓക്കെ? നിന്നെ എന്തിനാ ചീത്ത വിളിക്കുന്നത് എനിക്ക് മനസ്സിലാവാത്ത? എൻ്റെ കാര്യം വിട്. ഞാൻ പൈസ കൊടുക്കുമെന്ന് പറഞ്ഞത് എങ്ങനെ കൊടുക്കുന്നല്ല, അവൻ എന്നെയും ഒരാവശ്യം പറഞ്ഞ് വിളിച്ചാൽ ഞാൻ കൊടുക്കാണ്ടൊന്നും നിൽക്കൂല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ പൈസ വിട്, പൈസയുടെ വിഷയം വിട്, പൈസ ഒരാൾ ഉണ്ടത് ഞാൻ ഉണ്ടായിട്ട് കൊടുത്തു. ഓൻ ചോദിച്ചല്ല, ഓനെന്നെ ബുദ്ധിമുട്ടിച്ച് വാങ്ങിച്ചല്ല, ഞാൻ ഓനോടുള്ള ഇഷ്ടം കൊണ്ട് അവൻ്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ഞാൻ കൊടുത്തതാണ്. അത് ഓക്കെ, വീണ്ടും നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഓഡിയോ ക്ലിപ്പ് വെച്ചത്. അതായത് സിയാസ് കരീമിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്, സിയാസ് കരീമിന്റെ ബുദ്ധിമുട്ട് കണ്ടിട്ടാണ് ഞാൻ പൈസ കൊടുത്തത് എന്നാണ് യുവതി പറഞ്ഞത്. ഇന്നലെ ഞാനും നിങ്ങളും കേട്ടത് എന്താണ്? എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട്, ഇത് യുവതി പറഞ്ഞ ഓഡിയോ ക്ലിപ്പൊന്നും നമ്മൾ കേട്ടിട്ടില്ല, ന്യൂസ് ചാനലുകൾ പറഞ്ഞതാണ്. അതായത് യുവതിയെ ഭീഷണിപ്പെടുത്തിയിട്ട് സിയാസ് കരീം പൈസ മേടിച്ചു. അതിനുശേഷം തിരിച്ച് പൈസ ചോദിക്കുന്ന സമയത്ത് യുവതിയുടെ നഗ്ന ചിത്രം സിയാസ് കരീം പുറത്തിടുമെന്നാണ് ചാനലുകൾ പറഞ്ഞത്. ഞാനൊരു കാര്യം പറയാം, ഇവിടെ പരാതി കൊടുത്ത അതിജീവിത ക്ലിയറായി കൃത്യമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ സ്വന്തം ഇഷ്ടത്തിനാണ് ഞാൻ സിയാസ് കരീമിന് പൈസ കൊടുത്തത് എന്ന്. ഇതിനും വലിയ തെളിവെന്ത്? ബാക്കിയും കൂടി കേട്ട് നോക്കാം. കൊടുത്തു എന്ന് പോലും പറയാറ്. ഞാൻ നിങ്ങളെല്ലാടെയും പറഞ്ഞാൽ ഞാൻ പറയും ഞാൻ കൊടുത്തില്ല എന്ന്. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞാന്നറിയോ? ഞാനൊരു സൈക്കുവാ. ഇതിപ്പോൾ ഇഞ്ഞും ഷീബയും കൂടെ പറയിപ്പിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞു എന്നല്ലാതെ അവൻ എന്നോട് പൈസ വാങ്ങിക്കുന്നൊന്നും ഒരു സ്ഥലത്തും ഞാൻ പറയൂല. ഒരാൾ പൈസ വാങ്ങിച്ചിട്ട് ഞാൻ പൈസ വാങ്ങിക്കുന്ന അവൻ മാനസികമായിട്ടോ ഇതായിട്ടോ നാണം കെട്ടുമോ എന്നതൊക്കെ നമ്മളെ ദീനിൽ അതൊന്നും ഇല്ല. ഒരാൾക്ക് പൈസ കൊടുത്തിട്ട് അയാളെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്താനൊന്നും പാടില്ല. ഇവർ ഇതെന്തൊക്കെയാ വിളിച്ച് പറയുന്നത്? ഇപ്പൊ പറയുന്നത് ദീൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം ഇസ്ലാം മതപ്രകാരം ദീൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു ദീനാണ്. അതായത് എന്തെന്ന് ഇപ്പൊ പറയുന്നത്, അപ്പോൾ ഈ മുസ്ലിം മതത്തിൽ, ഇസ്ലാം മതത്തിൽ പറയുന്നത് ഒരാൾക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ പിന്നെ നമ്മൾ ചോദ്യം ചെയ്തിട്ട് അവരെ നാണം കെടുത്തേണ്ട ആവശ്യമില്ലെന്നാണ് ഇവർ പറയുന്നത്. ഞാനൊരു കാര്യം പറയും, ഇത്രയും പറഞ്ഞിട്ടും ഇവർ തന്നെ എന്നെ ഭീഷണിപ്പെടുത്തി പൈസ തിരിച്ചു കിട്ടാത്തപ്പോൾ എന്നെ പീഡിപ്പിച്ചു എന്നൊക്കെ പോയി പരാതി കൊടുക്കുന്നത് വളരെ വളരെ തെറ്റാണ്. വീണ്ടും ഒരു കാര്യം പറയാം, ഈ അതിജീവിതയെ സിയാസ് കരീം പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള തെളിവുണ്ടെങ്കിൽ ഓക്കെ, കോടതി ശിക്ഷിച്ചോട്ടെ എന്ന് നമ്മൾ സപ്പോർട്ട് തന്നെയാണ്. പക്ഷേ നിലവിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് വലിയൊരു കുരുക്കാണ്. സിയാസ് കരീമിനെ വെറുതെ കുടുക്കിയതെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ബാക്കിയും കൂടി കേട്ട് നോക്കാം. അതൊന്നും എനിക്ക് മനസ്സിലായിക്കില്ല. പൈസ നമ്മളതായിരിക്കും, നമ്മളായിട്ട് വിളിച്ചു വരുത്തി കൊടുത്തതാ. ഷിയാസെ എടുത്തോ എന്ന് പറഞ്ഞ് കൊടുത്ത പൈസയാ. അവിടെ അവനെന്നെ ഭീഷണിപ്പെടുത്തി വാങ്ങിച്ച പൈസയൊന്നുമല്ല. എനിക്ക് ഷീവൊക്കെ പിന്നെ എന്താ പറയുക, അവർ പൈസ വാങ്ങിച്ച കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊടുക്കല്ലേ. ഞാനതില്ലാന്ന് പറഞ്ഞാൽ തീർന്ന്. ഇവർ തന്നെ പറയുന്നത് പൈസ മേടിച്ച കഥ പറയണ്ട, ഞാനില്ല എന്ന് പറഞ്ഞാൽ തീർന്നു. പിന്നെന്താണ് ഇവിടെ വിഷയം? പീഡിപ്പിച്ചതാണെങ്കിൽ അതിനുള്ള ഞാനിപ്പോൾ ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന് ഈ പൊന്നു അതിജീവിത ഉത്തരം തയ്യാറാണോ? അതായത് സിയാസ് കരീം തന്നെ പറഞ്ഞിട്ടുണ്ട്, സിയാസ് കരീമിന്റെ കല്യാണത്തിന് യുവതി പോയിട്ടുണ്ട്. സിയാസ് കരീമിന്റെ ഫാമിലിയിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഈ പരാതി കൊടുത്ത യുവതി പോകുന്നുണ്ട്. സിയാസ് കരീമിന് എന്തിനു വേണം? നിങ്ങൾ ഈ ഒരു സ്ക്രീൻഷോട്ട് കാണണം. അതായത് സിയാസ് കരീമിന്റെ ജിം ഉദ്ഘാടനത്തിന്റെ ഒരു സമയത്ത് ഈ പറയുന്ന ഈ സ്ത്രീ അതിനടക്കം ഷെയർ ചെയ്തതാണ്. അതായത് അത്രയും സിയാസ് കരീമുമായിട്ട് അടുപ്പമുണ്ട് ഇവർക്ക്. അപ്പോൾ സിയാസ് കരീം പീഡിപ്പിച്ചവനാണെങ്കിൽ, സിയാസ് കരീം പീഡന വീരനാണെങ്കിൽ എന്തുകൊണ്ടാണ് സിയാസ് കരീമിന്റെ കല്യാണത്തിന് നിങ്ങൾ പോയത്? എന്തുകൊണ്ടാണ് സിയാസ് കരീമുമായിട്ട് ഏറ്റവും അടുപ്പം നിങ്ങൾക്കുള്ളത്?
പീഡിപ്പിച്ചവനാണെങ്കിൽ ആ സമയത്ത് തന്നെ കേസ് കൊടുക്കണം. അഥവാ നിങ്ങളുടെ മാനവും മര്യാദയും ഇല്ലാതാവുന്ന കേസ് കൊടുത്താൽ അങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ നിങ്ങൾ എന്തിനാണ് സിയാസ് കരീമിന്റെ വീട്ടിൽ കല്യാണത്തിന് പോയത്? സിയാസ് കരീമിന്റെ കല്യാണത്തിന് എന്തിനു പോയത്? ആ സമയത്ത് അവളോട്, ആ സിയാസ് കരീമിന്റെ ഭാര്യയായി നിൽക്കുന്നവളോട് പറയാമല്ലോ, ഇവൻ എന്നെ പീഡിപ്പിച്ചു എന്നൊക്കെ പറയാമല്ലോ. എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല? ഇതിന് ഓരോന്നോരോന്ന് നിങ്ങൾ ഉത്തരം തരണം. ഓക്കെ, നിങ്ങൾ തന്നെ പറയുന്നുണ്ട് പൈസ എൻ്റെ ഇഷ്ടത്തിന് കൊടുത്തതാണ്. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് പൈസ സിയാസ് കരീം ഭീഷണിപ്പെടുത്തിയിട്ടാണ് പൈസ മേടിച്ചത്. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് പൈസ സിയാസ് കരീമിനോട് ചോദിക്കുമ്പോൾ എൻ്റെ എന്തൊക്കെയോ ഫോട്ടോ സിയാസ് കരീം പുറത്തുവിടുമെന്നാണ്. ഇത് ഏതാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? നിങ്ങളുടെ ഒറിജിനൽ ആയിട്ടുള്ള വോയിസ് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അല്ലേ? നിങ്ങൾ തന്നെ പറയണം പൊന്നു അതിജീവിത, നിങ്ങളുടെ ഭാഗം ശരിയുണ്ടെങ്കിൽ, സിയാസ് കരീം നിങ്ങളെ അത്രമേൽ ക്രൂരനായി പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള എന്തെങ്കിലും ഒരു തെളിവ് എനിക്ക് പേഴ്സണലി നിങ്ങൾ അയച്ചു തരാൻ തയ്യാറാണെങ്കിൽ സിയാസ് കരീമിനെതിരെ സംസാരിക്കാൻ ഞാൻ ഉറപ്പായിട്ടും വരും. ഇവിടെ ഈ ഒരു കേസ് പരിശോധിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന കാര്യം, സിയാസ് കരീം പൈസ മേടിച്ചിട്ടുണ്ട്, സിയാസ് കരീം പൈസ മേടിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. അനുമോളുടെ കയ്യിൽ നിന്നും സിയാസ് കരീം പൈസ മേടിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വെക്കുന്നില്ല. അതായത് ഏകദേശം 1,40,000 രൂപ അനുമോളുടെ കയ്യിൽ നിന്നും മേടിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവരുടെ കയ്യിൽ നിന്നും സിയാസ് കരീം പൈസ മേടിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഒരു ജിമ്മിലേക്ക് ഇവരെ പാർട്ട്ണർഷിപ്പ് കൂട്ടാമെന്ന് പറഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ കടമായിരിക്കും സിയാസ് കരീം പൈസ മേടിച്ചത്. ഈ പൊന്നു യുവതിയോട് ഒരൊറ്റ കാര്യം പറയുകയാണ്, യുവതി, അതായത് ഇപ്പൊ ഞാനൊരു വലിയൊരു സ്ഥാപനം തുടങ്ങുന്നുണ്ട്, അതായത് ഞാൻ വലിയ എന്തെങ്കിലും ഒരു ഷോപ്പ് തുടങ്ങുന്നുണ്ട്, അതിൽ 2-3 പാർട്ട്ണർഷിപ്പ് ഉണ്ട്, മൊത്തത്തിൽ 50 ലക്ഷം ചെലവാണ് സങ്കല്പിക്കും നിങ്ങൾ. കഷ്ടകാലത്തിന് ആ ഷോപ്പിൽ കച്ചവടമില്ല, ആ ഷോപ്പ് പൂട്ടേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്, 50,000 ചെലവായിട്ടുണ്ട്, സാധനത്തിനും മറ്റേ ചെലവൊക്കെ ആയിട്ട്. അപ്പൊ ഞാൻ തോറ്റു പണ്ടാരമടങ്ങിയ സമയത്ത് എൻ്റെ പാർട്ട്ണർ എന്നോട് ചോദിക്കുന്നു, പാർട്ട്ണർഷിപ്പ് ഇട്ട പൈസ ഇട്ട ആൾക്കാർ, ഈ പൈസ എത്രയും പെട്ടെന്ന് എനിക്ക് തിരിച്ചു തരണം. ഞാൻ എവിടെ നിന്ന് എടുത്തു കൊടുക്കും? 50 ലക്ഷം, മിനിമം 20 അല്ലെങ്കിൽ 15 ലക്ഷം തന്നവർക്ക് ഞാൻ എവിടെ നിന്നാണ് പൈസ എടുത്തു കൊടുക്കുന്നത്? എനിക്ക് ലോസ് അല്ലേ? സിയാസ് കരീമിന് സമയം കൊടുക്കണം. അതായത് നിങ്ങൾ കൊടുത്ത പൈസ ഇത്തിരിയെങ്കിലും തിരിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നല്ലൊരു സമയം കൊടുക്കണം സിയാസ് കരീമിന്. അല്ലാതെ പീഡിപ്പിച്ചു എന്ന് പോയി പരാതി കൊടുക്കുന്നത് തെറ്റെന്നാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ, നിങ്ങൾ സിയാസ് കരീം പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ വളരെ തെറ്റാണ്. സിയാസ് കരീമിന് തക്കതായ ഗോവിന്ദചാമി എന്താണോ അനുഭവിക്കുന്നത്, ഗോവിന്ദചാമി പീഡിപ്പിച്ചിട്ട് ഇപ്പൊ ജയിലിലല്ലേ, അതേ ശിക്ഷ സിയാസ് കരീമിന് കിട്ടണമെന്നാണ് ഞാനും പറയുന്നത്. പക്ഷെ നിങ്ങളുടെ കേസ് പരിശോധിക്കുമ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, പൊന്നു മനുഷ്യന്മാരെ, ഇത് വലിയൊരു കുടുക്ക് തന്നെയാണ്. സിയാസ് കരീമിനെ വേണമെന്ന് പറഞ്ഞിട്ട് സിയാസ് കരീമിനെ കുടിക്കരുതെന്ന് ഞാൻ പറയാം. ഓക്കെ, ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാം. കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്താണ് സിയാസ് കരീമിനും അഖിൽ മാരാർക്കുമുള്ള പ്രശ്നം. അത് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, വീണ്ടും പറയുന്നു. അതായത് ബിഗ് ബോസ് സീസൺ 7 വിന്നറായത് അനുമോളാണ്. ആ അനുമോള് പുറത്തു വന്ന സമയത്ത് ഈ പറയുന്ന അഖിൽ മാരാർ വിചാരിച്ചത് അനുമോൾക്കൊപ്പം ഞാനുണ്ടാവും, അതായത് അഖിൽ മാരാർ ഉണ്ടാവും, അനുമോൾ ഉദ്ഘാടനത്തിന് പോകുന്നവിടെ അഖിൽ മാരാർ ഉണ്ടാവും. ഇപ്പോൾ എങ്ങനെയാണോ സിയാസ് കരീം അനുമോളോടൊപ്പം ഉള്ളത്, അങ്ങനെ അഖിൽ മാരാറായിരിക്കും ഈ പറയുന്ന അനുമോളുടെ കൂടെ എന്നാണ് അഖിൽ മാരാർ വിചാരിച്ചത്. ഇതിന് 2 എക്സാമ്പിൾ പറയാം. അഖിൽ മാരാർ ഈ പറഞ്ഞ അനുമോൾ ജയിക്കുന്ന ആ സമയത്ത് വീഡിയോ കോളിൽ സംസാരിക്കുന്നു. പിന്നീട് അനുമോൾ എയർപോർട്ടിൽ വരുമ്പോൾ അവിടെ ആദ്യം ഓടിപ്പോകുന്നത് അഖിൽ മാരാറാണ്, പൂവിട്ട് കൊടുക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന നമ്മുടെ അനുമോള് അഖിൽ മാരാറെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അത് അഖിൽ മാരാർക്ക് നല്ലോണം കൊണ്ടിട്ടുണ്ട്. നേരെ മറിച്ചിട്ട് സിയാസ് കരീമിന്റെ കൂടിയാണ് ഈ പറയുന്ന അനുമോൾ പോയത്. അതിൽ തീരാത്ത പകയാണ് അഖിൽ മാരാർക്കുള്ളത്. അപ്പോൾ കുറെ പേര് ചോദിച്ചത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ആയി വരാം. ഓക്കെ, ബൈ.